നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ, വയനാട്, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പട്ടാമ്പിയിലെ രാസവള ഗുണനിയന്ത്രണശാല കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി മുഹമ്മദ് മോഹസിൻ MLA അറിയിച്ചു. നിലവിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൃഷി വകുപ്പിന്റെ കീഴിൽ പട്ടാമ്പിൽ പ്രവർത്തിക്കുന്ന രാസവള ഗുണനിയന്ത്രണശാലയുടെ കെട്ടിടമാണ് കാലപ്പഴക്കത്തെ തുടർന്ന് അടച്ചുപൂട്ടിയത്. നിലവിൽ ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കെട്ടിടം സന്ദർശിച്ച മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന രാസവള ഗുണനിയന്ത്രണശാല. ഫെർട്ടിലൈസർ അതിന്റെ ക്വാളിറ്റി പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് പട്ടാമ്പിയിലെ രാസവള ഗുണനിയന്ത്രണശാല, ഫെർട്ടിലൈസർ ക്വാളിറ്റി കൺട്രോൾ ലാബ്. അത് വളരെ കാലമായി ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ പല പരിമിതികളും അതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ ജീവാണു വളങ്ങളുടെ ക്വാളിറ്റി പരിശോധിക്കുന്നതിനുള്ള ലാബ് കൂടി പട്ടാമ്പിയിൽ വന്നിട്ടുണ്ട്. അത് നേരത്തെ ബാംഗ്ലൂർ മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ പട്ടാമ്പിയിലും കൂടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്താണ് നമ്മളതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ 2 സ്ഥാപനങ്ങളും പട്ടാമ്പിക്ക് അഭിമാനമായിട്ടുള്ള സ്ഥാപനമാണ്. എന്നാൽ രാസവള ലാബിന് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കെട്ടിടത്തിന് പരിമിതമായ പ്രശ്നങ്ങളുണ്ട്, ചില വിഷയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ അറിയിച്ചിരുന്നു. ഈ 2 സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റർ ഒരു യോഗവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് രാസവള ലാബിനെ സംബന്ധിച്ചിടത്തോളം അതിന് പുതിയ കെട്ടിടത്തിനുള്ള അല്ലെങ്കിൽ നിലവിലെ കെട്ടിടത്തെ റിപ്പയർ ചെയ്യാനുള്ള ഫണ്ട് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കും. അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയിക്കാനുള്ളത്. പിന്നെ ജൈവവളങ്ങളുടെ ഈ ലാബിനെ സംബന്ധിച്ചിടത്തോളം സൗകര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ജീവനക്കാരുടെ അഭാവമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുമായി ഇപ്പോൾ നിലവിലുള്ള ആളുകൾക്ക് പ്രൊമോഷനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതും ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യത്തിന് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കും എന്നുള്ളതാണ്. 1999 ഇവിടെ കെട്ടിടം നിർമ്മിച്ചത്. 25 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം ഏറെ ശോചനീയാവസ്ഥയിലാണ്. ഉദ്യോഗസ്ഥരുടെ റൂം, രാസവള പരിശോധന റൂം ഉൾപ്പെടെ 2 നിലകളിലായാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് ഏതാനും മാസങ്ങളായി സ്ഥാപനം താൽക്കാലികമായി അടച്ചു പൂട്ടിയിരിക്കുകയാണ്. സീലിംഗിന്റെ സിമന്റ് പാളികൾ അടർന്നു വീണ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുപറ്റിയ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സ്ഥാപനത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുന്നത്. സമീപത്തെ ജൈവവള ഗുണനിലവാരശാലയിലാണ് രാസവള ഗുണ നിയന്ത്രണശാലയുടെ പ്രവർത്തനം. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാനാവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി മറ്റു ഉദ്യോഗസ്ഥരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. മഴ കനത്തതോടെ പട്ടാമ്പി ഭാരതപ്പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചു. പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചു. വലിയ കുത്തൊഴുക്കാണ് ഇപ്പോൾ പുഴയിൽ അനുഭവപ്പെടുന്നത്. മഴ കനത്തതോടെ പട്ടാമ്പി ഭാരതപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ പുഴ ഇരുകരയും മുട്ടിയാണ് ഇപ്പോൾ ഒഴുകുന്നത്. പുഴയിൽ വെള്ളം വലിയ തോതിൽ വർദ്ധിച്ചതോടെ പുഴയിൽ നടന്നിരുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് പുതിയ പാലത്തിന്റെ തൂണുകളുടെ പ്രവൃത്തികൾ തുടങ്ങിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയത്. പുഴയിൽ വെള്ളം കൂടിയതോടെ കഴിഞ്ഞ ദിവസം തന്നെ നിർമ്മാണ സാമഗ്രികൾ പുഴയിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. പുഴയിൽ പാലത്തിന്റെ പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ ഇനി സമയമെടുക്കും. മഴക്കാലം വിട്ടുനിന്നാൽ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ എന്നാണ് കരുതുന്നത്. കിഫ്ബിയിൽ 52 കോടിയോളം രൂപയാണ് പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിരുന്നത്. 33 കോടിയോളം രൂപയ്ക്കാണ് പാല നിർമ്മാണം കരാർ എടുത്തിരിക്കുന്നത്. ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് കരാർ ചുമതല. KRFP വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്.
അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 4 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് കരാറെങ്കിലും സമയബന്ധിതമായി പാല നിർമ്മാണം പൂർത്തിയാക്കാനാവുമോ എന്നത് സംശയമാണ്. മഴ തുടർന്നാൽ പുഴയിൽ വെള്ളത്തിന്റെ അളവും ക്രമാതീതമായി വർദ്ധിക്കാൻ ഇടയുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയങ്കല്ല് തടയണയുടെ ഭൂരിഭാഗം ഷട്ടറുകളും ഉയർത്തി. 27 ഷട്ടറുകളിൽ 25 എണ്ണമാണ് തുറന്നത്. നീരൊഴുക്കിലെ വർധനവും ഷട്ടറുകൾ തുറന്ന സാഹചര്യവും കണക്കിലെടുത്ത് പുഴയിലിറങ്ങുന്നവരും തീരപ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കനത്ത മഴയാണ് തടയണയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിക്കുന്നത്. ഇതേ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന് പുഴയോര പ്രദേശങ്ങളിൽ വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതലായാണ് ഷട്ടറുകൾ ഉയർത്തിയുള്ള ജലനിരപ്പ് ക്രമീകരണം. അതേസമയം തകർന്ന സംരക്ഷണ ഭിത്തി ശരിയാക്കാത്തത് മൂലം ഈ ഭാഗത്തുള്ള ഷട്ടർ തുറക്കാനാകാത്തത് ആശങ്ക സൃഷ്ടിക്കുന്നു. മഴ കനക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് വെള്ളിയങ്കല്ല് പൈതൃക പാർക്ക് അടച്ചു. മേഖലയിൽ എങ്ങും വീശിയടയ്ക്കുന്ന കനത്ത കാറ്റിന്റെയും മഴയുടെയും സാഹചര്യം കണക്കിലെടുത്ത് സന്ദർശകരുടെ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ പാർക്ക് അടച്ചിട്ടത്. ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് DTPC നിർദ്ദേശം ലഭിച്ചതോടെ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പൈതൃക പാർക്കിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനം നിർത്തിവെച്ചത്. DTPC നിർദ്ദേശം ലഭിച്ച ശേഷം മാത്രമേ പാർക്ക് ഇനി സന്ദർശകർക്കായി തുറന്നു കൊടുക്കുകയുള്ളൂ എന്ന് പാർക്ക് മാനേജർ അറിയിച്ചു. തൃത്താലയിലെ കുഞ്ഞു താരങ്ങളെ കാണാൻ മന്ത്രി MB രാജേഷ് എത്തി. നരിവേട്ട സിനിമയിൽ അഭിനയിച്ച മിയ, മിഖ എന്നിവരെയാണ് മന്ത്രി സന്ദർശിച്ചത്. റീൽസുകളിലൂടെ ഇതിനകം ജനമനസ്സ് കീഴടക്കിയവരാണ് ഈ മിടുക്കികൾ. തൃത്താല പട്ടിത്തറയിലെ വീട്ടിൽ ഇരുവരെയും സന്ദർശിച്ചത് മന്ത്രി സാമൂഹിക മാധ്യമങ്ങളിലും പങ്കുവച്ചു. നരിവേട്ടയുടെ സംവിധായകനും സുഹൃത്തുമായ അനുരാജ് മനോഹർ വിളിച്ചിരുന്നെങ്കിലും ഇതുവരെ സിനിമ കാണാൻ കഴിഞ്ഞില്ലെന്നും വൈകാതെ കാണുമെന്നും മന്ത്രി പറഞ്ഞു. ജൂൺ 8-ന് CPM ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവർക്ക് അനുമോദനം ഒരുക്കിയിട്ടുണ്ട്. മേയ്ക്കും മികയ്ക്കും കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്നും മന്ത്രി ആശംസിച്ചു. പെരിങ്ങോട് സ്കൂളിലെ ഓപ്പൺ ജിം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെ അനേകം ആളുകൾ എന്നെ വിളിച്ചിരുന്നത് എങ്ങനെയാണ് ഈ ഓപ്പൺ ജിം ഞങ്ങളുടെ പ്രദേശത്ത് കൊണ്ടുവരാമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് ഇത് ഞാൻ പകർത്തിയത് ഡൽഹിയിൽ നിന്നാണ്. ഡൽഹിയിലാണ് ഓപ്പൺ ജിം എന്ന ആശയം ഇന്ത്യയിലാക്കി കണ്ടിരുന്നത്. അവിടെ നിന്നാണ് പാലക്കാട്ടെ കോട്ടമൈതാനത്ത് എനിക്ക് പകർത്തിയത്. ഇപ്പോ കേരളം മുഴുവൻ എല്ലായിടത്തും ഈ ഓപ്പൺ ജിം എന്ന ആശയം വ്യാപകമായി തന്നെ നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരംഭിച്ചിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് K രാധാകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി സ്കൂളിനെ സ്നേഹിക്കുന്നവരും പൂർവ്വ വിദ്യാർത്ഥികളും PTA, SSG, SMC അധ്യാപകർ തുടങ്ങിയവരുടെ അശ്രാന്ത പരിശ്രമത്തോടെയും സാമ്പത്തിക സഹായത്തോടെയുമാണ് സ്കൂളിൽ ഓപ്പൺ ജിം ഒരുക്കിയത്. ഓപ്പൺ ജിം ഫ്ലോറിംഗ് പ്രവൃത്തി ചെയ്തതെന്ന സന്ദീപ് കൊടവമ്പറമ്പിൽ, ഫെൻസിംഗ് ചെയ്ത സ്കൂൾ 91-92 SSLC ബാച്ച് പ്രവർത്തകർ തുടങ്ങിയവരെ അനുമോദിച്ചു. വാർഡ് മെമ്പർ P ഷീബ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ MS സജിത, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക V ശ്രീകല, SSG ചെയർമാൻ N ചന്ദ്രശേഖരൻ, SMC ചെയർമാൻ A സേതുമാധവൻ, MPTA നിഷ ഗണേഷ്, ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി V നവീൻ, LP സ്കൂൾ പ്രധാനാധ്യാപകൻ ഇൻചാർജ് T രാജീവ്, PTA പ്രസിഡന്റ് O ത്യാഗരാജൻ, 91-92 സ്കൂൾ ബാച്ച് സെക്രട്ടറി MV ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അനുബന്ധ പരിപാടികളായി സ്നേഹ കോതച്ചെറിയും യുവപ്രതിഭ കൊക്കൂരും തമ്മിലുള്ള വോളിബോൾ മത്സരവും അരങ്ങേറി. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലെ മരം മുറിക്കാൻ എത്തിയ തൊഴിലാളി മരത്തിൽ കുഴഞ്ഞു നിന്നത് പരിഭ്രാന്തി പരത്തി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇയാളെ താഴെയിറക്കി. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലെ മരം വെട്ടിമാറ്റുന്നതിനിടെ മരത്തിനു മുകളിൽ കുടുങ്ങിയ തൊഴിലാളിയെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. തിങ്കളാഴ്ച വൈകുന്നേരം 4:30 മണിയോടെയായിരുന്നു സംഭവം. പോലീസ് സ്റ്റേഷൻ ക്വാർട്ടേഴ്സ് കോമ്പൗണ്ടിലെ മരക്കൊമ്പ് മുറിക്കുന്നതിനിടെയാണ് കീഴാഴ് സ്വദേശി മണികണ്ഠൻ മരക്കൊമ്പിൽ ബോധരഹിതനായി നിന്നത്. വെട്ടിമാറ്റിയ കൊമ്പ് തലയ്ക്ക് വന്നടിച്ചപ്പോൾ ഇയാൾ കുഴയുകയായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി മണികണ്ഠനെ താഴെ ഇറക്കി. കുഴഞ്ഞ് ബോധരഹിതനായ മണികണ്ഠനെ പിന്നീട് പട്ടാമ്പിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ടുനിന്ന ആശങ്കക്കൊടുവിലാണ് ഇയാളെ താഴെ ഇറക്കാനായത്.
ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.